തമിഴ് നടൻ അജിത് കുമാർ ഓൾറെഡി അങ്ങേർക്ക് ഫാൻസ് ക്ലബ്ബ് അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷൻ, അവരുടെ പരിപാടികൾ, ഫാൻസ് മീറ്റ്, ഓഡിയോ ലോഞ്ച്, ഈ വക പരിപാടികളൊന്നും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അതിനൊന്നും വരാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങേരെ ഈ തല എന്ന് പണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ ആ തല എന്നുള്ള വിളി പോലും വിളിക്കേണ്ട, എന്നെ അജിത് കുമാർ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വിളി പോലും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അജിത്ത്. അപ്പോൾ ഈ അജിത് കുമാർ എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങേരുടെ ഫാൻസ് എന്ത് ചെയ്തു, ഈ അജിത് കുമാർ എന്ന് വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കടവുളെ അജിത്തെ, കടവുളെ അജിത്തെ എന്നും പറഞ്ഞിട്ട് ഒരു മുദ്രാവാക്യം കൂടി അങ്ങ് വിളിച്ചു തുടങ്ങി. ഒരു കോമഡി പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് ഇത് ഒരു സർക്കാസം പോലെ വന്നിട്ടുള്ളൊരു വിളിയാണ്. പിന്നീട് അത് അങ്ങേരുടെ ഫാൻസ് അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഈ തലപതി എന്നൊക്കെ പറയുന്ന പോലെ ഈ കടവുളെ അജിത്തെ എന്നുള്ളത് ഭയങ്കര ഫേമസ് ആക്കി. ഈയിടെ ശബരിമലയിൽ വന്നിട്ടുള്ള കുറച്ച് തമിഴ് അജിത് ഫാൻസ് കൂടി ഇതുപോലെ കടവുളെ അജിത്തെ എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട്, ഇനി മേലാൽ എന്നെ കടവുളെ അജിത്തെ, കുടവുളെ അജിത്തെ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങേരൊരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ മാനേജറുടെ സോഷ്യൽ മീഡിയ പേജ് വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അജിത് കുമാർ ഫാൻസ് ഈ കടവുളെ അജിത്തെ എന്നുള്ള വിളിയും കൂടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.